ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോണത് 3 പീസ് പ്ലീറ്റഡ് നൈറ്റി ആണ്. നൈറ്റി ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് അറിയായിരിക്കും, ഒരുപാട് ഡിമാൻഡുള്ളൊരു മോഡലാണ് കേട്ടോ ഇത് 3 പീസ് പ്ലീറ്റഡ് നൈറ്റി എന്ന് പറയുന്നത്. പക്ഷെ അത് ചെയ്യാനായിട്ട് പലർക്കും ഒരു പേടിയാണ്, കാരണം കുറേ മാർക്കിങ് അതിൽ വരുന്നുണ്ട്. അപ്പോൾ പലരും എൻ്റെ അടുത്ത് പറയാറുള്ളത് അത് വളരെ സിമ്പിളായിട്ടൊന്ന് ചെയ്ത് കാണിച്ചു തരുമെന്നാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ്, നമ്മൾ അത്രയും സിമ്പിളായിട്ടാണ് പറഞ്ഞു പോണേ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ കട്ടിങ്ങിലേക്ക് കിടക്കാം. ഈ ഒരു മോഡൽ ചെയ്യാനായിട്ട് ഞാനിവിടെ 290 നൈറ്റി ബിറ്റാണ് കേട്ടോ എടുത്തിരിക്കണേ. അപ്പോൾ ഞാനിവിടെ നൈറ്റി ബിറ്റ് സാധാരണ നൈറ്റിക്കൊക്കെ നമ്മൾ മടക്കിയിടുന്ന പോലെ 4ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് മടക്ക് വശം വരുന്നത്, 2 പീസായിട്ട് മടക്ക് ഭാഗമാണ് കേട്ടോ ഈ ഒരു സൈഡിൽ വരണേ. അതുപോലെ തന്നെ മുകൾ വശം കംപ്ലീറ്റ് മടക്ക് വരുന്ന ഭാഗമാണ്, നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, കംപ്ലീറ്റ് മടക്ക് വരുന്ന ഭാഗമാണ് മുകൾ ഭാഗത്ത്. അതുപോലെ തന്നെ ഈ ഒരു ഓപ്പോസിറ്റ് സൈഡ് കംപ്ലീറ്റ് ഓപ്പൺ ആണ്, ഏറ്റവും അടിവശവും കംപ്ലീറ്റ് ഓപ്പൺ ആണ്. അപ്പോൾ നമ്മൾ സാധാരണ നൈറ്റി ബിറ്റൊക്കെ മടക്കുന്ന പോലെ 4ആയിട്ട് മടക്കിയിടുക. ഇനിയിപ്പോൾ ഇത് മടക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് പേപ്പറിലൊന്ന് കാണിക്കാം ഇതെങ്ങനെയാണ് മടക്കണ്ടേന്നുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ നൈറ്റി ബിറ്റ് എന്ന് നിങ്ങൾ വിചാരിക്കുക. അപ്പോൾ ആദ്യമേ തന്നെ ഈ ഒരു നൈറ്റി ബിറ്റിനെ വീതിക്കൊന്ന് ഹാഫായിട്ട് മടക്കണം. അപ്പോൾ വീതിക്ക്, ഇതാണ് വീതി, ഈ വീതിക്ക് ഇതിനെ ഒന്ന് ഹാഫായിട്ട് മടക്കുക. അപ്പോൾ ഞാൻ ഇതുപോലെ വീതിക്കൊന്ന് ഹാഫായിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്കിതിനെ ഒരു മടക്കും കൂടി മടക്കണം. അപ്പോൾ നീളത്തിൽ ഇനി ഇതിനെ ഒരു മടക്കും കൂടി മടക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ദേ നീളം വെച്ചിട്ട് ഞാൻ ഇതുപോലെ ഒന്നും കൂടി ഹാഫായിട്ട് മടക്കി കൊടുത്തു. ദേ ഇപ്പം ഞാനിവിടെ നൈറ്റി ബിറ്റിനെ 4ആയിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. ദേ കണ്ടില്ലേ, 2 പീസായിട്ട് മടക്ക് വരുന്ന ഭാഗം ഈ ഒരു സൈഡിൽ, മുകൾ ഭാഗം കംപ്ലീറ്റ് മടക്കാണ് വരണേ കേട്ടോ. അതെ, മുകൾ ഭാഗം കംപ്ലീറ്റ് മടക്കാണ്, ഈ 2 സൈഡും കംപ്ലീറ്റ് ഓപ്പൺ ആണ് കേട്ടോ വരണേ. അപ്പോൾ ഈ ഒരു രീതിക്ക് തുണി മടക്കി ഇടുക. അപ്പോൾ ബിഗിനേഴ്സിന് കൺഫ്യൂഷൻ ഇല്ലാണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പേപ്പറിൽ കാണിച്ചത്. ഞാൻ എങ്ങനെയാണോ പേപ്പറിൽ മടക്കി കാട്ടി അതുപോലെ തന്നെ ചെയ്താൽ മതി. ഇനി നമുക്കിതിൽ മാർക്കിങ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ തുണി 4ആയിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് മാർക്കിങ്ങിലേക്ക് കിടക്കാം. ആദ്യമേ തന്നെ ഞാൻ ഫ്രണ്ട് യോക്കിൻ്റെ ലെങ്ത്താണ് മാർക്ക് ചെയ്യണേ. അപ്പോൾ 10.5 ഇഞ്ചാണ് കേട്ടോ യോക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ദേ ഈ ഒരു സൈഡിലായിട്ട് ഞാൻ 10.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ദേ ഇവിടെയാണ് 10.5 ഇഞ്ച് വരണേ, ഞാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ 10.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. അപ്പോൾ ഇവിടെ നമ്മൾ 10.5 ഇഞ്ച് മാർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് 10.5-ന്ന് ഒരു 1/2 ഇഞ്ചും കൂടിയും കൂട്ടിയിട്ട് നമ്മൾ ഈ ഒരു ഓപ്പോസിറ്റ് സൈഡിൽ മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ 10.5-യുടെ കൂടെ 1/2 ഇഞ്ചും കൂടി ആഡ് ചെയ്ത് 11 ഇഞ്ചിൽ ഈ ഒരു ഓപ്പോസിറ്റ് സൈഡിലായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് എവിടെയാണ് 11 ഇഞ്ച് വരണേ, അപ്പോൾ ഞാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഇവിടെ 10.5 ഇഞ്ച്, അവിടെ 11 ഇഞ്ച്. അപ്പോൾ ആ 2 മെഷർമെൻറ്റ്സും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഈ ഒരു മുകൾ ഭാഗത്തെ മെഷർമെൻറ്റ്സ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി അടുത്തായിട്ട് നെക്കിൻ്റെ വീതിയാണ് മാർക്ക് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഞാൻ ഫ്രണ്ട് നെക്കിൻ്റെ വീതി 2.25 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2.25 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തു. ഇനി അടുത്തായിട്ട് ഞാൻ ഷോൾഡറാണ് മാർക്ക് ചെയ്യണേ. അപ്പോൾ ഷോൾഡർ 7.25 ഇഞ്ചാണ് വരണേ. അപ്പോൾ ഇനി അടുത്തായിട്ട് ഷോൾഡർ 7.25 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തായിട്ട് ചെസ്റ്റിൻ്റെ മെഷർമെൻ്റ് ആണ് മാർക്ക് ചെയ്യണേ. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന സൈസ് 38 സൈസാണ്. അപ്പോൾ ചെസ്റ്റ് ആയിട്ട് ഞാൻ 10.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ടേപ്പ് വെച്ച് 10.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ 10.5 ഇഞ്ച് ഇവിടെയാണ് വരുന്നത്, ഞാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മുകൾ ഭാഗത്തെ മെഷർമെൻറ്റ്സ് ഒക്കെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ നെക്കിൻ്റെ വീതി മാർക്ക് ചെയ്തു 2.25, ഷോൾഡർ 7.25 ഇഞ്ച് മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ ചെസ്റ്റ് മെഷർമെൻറ്റ് 10.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം ഞാൻ 5.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മുകൾ ഭാഗത്ത് ടേപ്പ് വെച്ചിട്ട് നേരെ അടിയിലേക്ക് 5.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം 5.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ 5.5 ഇഞ്ച് മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു നെക്കിൻ്റെ വീതി മാർക്ക് ചെയ്തില്ലേ, ആ ഒരു പോയിന്റിൽ ടേപ്പ് വെച്ചിട്ട് നേരെ അടിയിലേക്ക് ഈ 5.5-ന്ന് 1 ഇഞ്ച് കുറച്ചിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 5.5-ന്ന് 1 ഇഞ്ച് കുറയ്ക്കുമ്പോൾ 4.5 ഇഞ്ചാണ് കേട്ടോ വരിക. അപ്പോൾ നേരെ അടിയിലേക്ക് 4.5 ഇഞ്ചിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നുണ്ട്.
അപ്പോൾ ഇവിടെ 5.5 കൊടുത്തു, അതിനേക്കാൾ 1 ഇഞ്ച് കുറച്ചിട്ട് 4.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി അടുത്തായിട്ട് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്ത പോയിന്റിൽ നമുക്ക് നേരെ അടിയിലേക്ക് ആം ഹോളിൻ്റെ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഷോൾഡർ 7.25 എടുത്തിരിക്കണേ, ആ സെയിം മെഷർമെൻറ്റ് തന്നെയാണ് കേട്ടോ ഞാൻ ആം ഹോളും മാർക്ക് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇവിടെ ടേപ്പ് വെച്ച് നേരെ അടിയിലേക്ക് 7.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നേരെ അടിയിലേക്ക് ഞാൻ 7.25 ഇഞ്ച് മാർക്ക് ചെയ്യാണ്. ഇനി അടുത്തായിട്ട് നമ്മൾ ചെസ്റ്റ് 10.5 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, ആ ഒരു പോയിന്റിൽ ആം ഹോളിൻ്റെ ഡെപ്ത് ഞാൻ 9 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ടേപ്പ് വയ്ക്കുക, നേരെ അടിയിലേക്ക് 9 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ടേപ്പ് വെച്ച് 9 ഇഞ്ച് വരെ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ 9 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി അടുത്തതായിട്ട് നമുക്ക് ഏറ്റവും അറ്റത്തായിട്ട് സ്ലീവ് ഓപ്പണിൻ്റെ അവിടുത്തെ വണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ 38 സൈസിന് 7.5 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യണേ. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ സ്ലീവ് ഓപ്പണിൻ്റെ അവിടുത്തെ വണ്ണം വേണ്ടേ അതങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഏറ്റവും അറ്റത്തായിട്ട് 7.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എവിടെയാണ് 7.5 ഇഞ്ച് വരുന്നത് അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ നമ്മൾ ചെയ്ത മാർക്കിംഗ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കണോ. ഇവിടെ 5.5 ഇഞ്ച് മാർക്ക് ചെയ്തു, അതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ച് 4.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ദെൻ നമ്മൾ ആം ഹോളായിട്ട് 7.25 തന്നെ നേരെ അടിയിലേക്ക് മാർക്ക് ചെയ്തു. പിന്നെ ആം ഹോളിൻ്റെ ഡെപ്ത് ആയിട്ട് 9 ഇഞ്ച് മാർക്ക് ചെയ്തു. പിന്നെ സ്ലീവ് ഓപ്പണിൻ്റെ വണ്ണം 7.5 ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോണത് ഈ ഒരു പോയിന്റും കണക്ട് ചെയ്ത് അങ്ങ് വരയ്ക്കുകയാണ്. അപ്പോൾ ഈ 2 പോയിന്റും കണക്ട് ചെയ്ത് വരച്ചു. ഇനി നമ്മൾ കണക്ട് ചെയ്യാൻ പോണത് ഈ ഒരു പോയിന്റുമാണ് കണക്ട് ചെയ്ത് വരയ്ക്കാൻ പോണേ. അപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്ന് അങ്ങോട്ട് ഒന്ന് കണക്ട് ചെയ്ത് വരയ്ക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനൊരു ഷേപ്പ് കിട്ടി. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ സ്ലീവ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ് ഇതിൻ്റെ സ്ലീവിൻ്റെ കട്ടിങ് ഒക്കെ. ഇനി മാർക്കിംഗ് വരുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവണ്ട, ഇപ്പം നമ്മൾ വരച്ചിരിക്കുന്നതാണ് നമ്മുടെ സ്ലീവ്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, നമ്മൾ യോക്കിൻ്റെ ലെങ്ത്ത് 10.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു 10.5 ഇഞ്ചിൽ നിന്ന് നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാൻ പോവാണ്. അത് ഈ ഒരു 9 ഇഞ്ചിൽ ടച്ച് ചെയ്യുകയും വേണം, അതുപോലെ തന്നെ ഏറ്റവും അറ്റത്തും ടച്ച് ചെയ്യണം. ആ ഒരു രീതിയിൽ ഞാൻ ഇനി ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാൻ പോവാണ് കേട്ടോ. നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു പോയിന്റിൽ ടച്ച് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ 9ലും ടച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഏറ്റവും അറ്റത്തേക്ക് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ ഇപ്പോൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഈ ഒരു ലെങ്ത് എത്രയാണെന്ന് നിങ്ങൾ ടേപ്പിനൊന്ന് മെഷർ ചെയ്ത് നോക്കുക. ഈ ഒരു ഭാഗം എത്രയുണ്ടെന്ന് ആദ്യം അളന്ന് നോക്കുക കേട്ടോ. അപ്പം ഞാനിവിടെ അളന്ന് നോക്കിയപ്പോൾ എനിക്ക് 3.25 ഇഞ്ചാണ് കിട്ടിയത്. അപ്പോൾ ഈ ഒരു ലെങ്ത് മെഷർ ചെയ്തപ്പോൾ എനിക്ക് 3.25 ഇഞ്ചാണ് കിട്ടിയത്. നമ്മളിവിടെ ഒരു 11 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആദ്യമേ തന്നെ മാർക്ക് ചെയ്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ആ ഒരു പോയിന്റിൽ നമ്മൾ ടേപ്പ് വയ്ക്കുക. എന്നിട്ട് 3.25 ഇഞ്ച് ഇപ്പം ഈ വരച്ച ലൈനിൽ എവിടെയാണോ ടച്ച് ചെയ്യണം അവിടേക്ക് അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ കാണിച്ചു തരാം, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല, ഞാൻ കാണിച്ചു തരാം. നോക്കിയേ, നമ്മൾ ഈ ഒരു പോയിന്റിൽ 3.25 ഇഞ്ച് വെച്ചു. എവിടെയാണോ ഈ ഒരു ലൈനിൽ ടച്ച് ചെയ്യണേ അവിടെ വെച്ചിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക കേട്ടോ. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, ഈ ഒരു ലെങ്ത്തും അതുപോലെ തന്നെ ഈ ഒരു ലെങ്ത്തും സെയിം ആണ്. 3.25 ഇഞ്ച് തന്നെയാണ് കേട്ടോ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കണേ. അപ്പം ഞാൻ ഫോളോ ചെയ്യുന്ന ഏറ്റവും സിമ്പിളായിട്ടൊരു മെത്തേഡാണിത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചോളൂ കേട്ടോ. പലരും പല വിധത്തിലായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അപ്പം ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡ് മാത്രമാണ് കേട്ടോ ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പം നമുക്കിനി ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇതങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. ഇതെന്ന് പറയുന്നത് നമ്മുടെ പ്ലീറ്റിനായിട്ടുള്ള ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഇതങ്ങ് ആദ്യം മാറ്റി കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ കറക്റ്റായിട്ട് അങ്ങ് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ വരച്ചേക്കടെ തന്നെ പ്ലീറ്റിൻ്റെ പോർഷൻ ഭംഗിയായിട്ട് കട്ട് ചെയ്തെടുത്തു.
ഭംഗിയായിട്ട് നമ്മൾ ആ പ്ലീറ്റിൻ്റെ ഭാഗം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് നമുക്ക് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും കൊടുക്കാനുള്ള പ്ലീറ്റാണ്. അപ്പോൾ രണ്ടും ഭംഗിയായിട്ട് തന്നെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സെൻറ്റർ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ ഒന്ന് നോച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഈ ഒരു പ്ലീറ്റിൻ്റെ സെൻറ്റർ ഭാഗം കണ്ടിട്ട് നമുക്കൊരു ചെറിയൊരു നോച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിനി പ്ലീറ്റിൻ്റെ ഭാഗങ്ങൾ മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി ബാക്കിയുള്ളത് ഈ ഒരു പോർഷനാണ്. അത് ഞാൻ ഇതുപോലെ ഒന്ന് നേരെ വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഇനി നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, നമ്മളിവിടെ ആം ഹോള് 7.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഷോൾഡർ മാർക്ക് ചെയ്ത പോയിന്റിൽ നമ്മൾ ആം ഹോള് 7.25 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. ഈ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് 1/2 ഇഞ്ചും കൂടി നമ്മൾ അടിയിലേക്ക് എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1/2 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. ദേ 1/2 ഇഞ്ച് കണ്ട് ഞാൻ എക്സ്ട്രാ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതങ്ങനെ കിടന്നോട്ടെ, നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആം ഹോൾ മാർക്ക് ചെയ്ത ആ ഒരു ലൈനിൽ എക്സ്ട്രാ ആയിട്ട് ഇപ്പോൾ 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി അടുത്തതായിട്ട് നമ്മൾ സ്ലീവ്സ് അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. അപ്പോൾ ദേ ഈ ഒരു ഭാഗമാണ് നമ്മുടെ സ്ലീവ്സ് വരുന്നത്. അപ്പോൾ അത് ഭംഗിയായിട്ട് അങ്ങ് കട്ട് ചെയ്യാം. അങ്ങനെ ഭംഗിയായിട്ട് നമ്മൾ സ്ലീവ്സ് കട്ട് ചെയ്തു. ദേ ഇതാണ് നമുക്ക് വേണ്ട സ്ലീവ്. 2 സൈഡിലേക്കുള്ള സ്ലീവ് നമുക്ക് ഇതിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ 2 സൈഡിലേക്കുള്ള സ്ലീവ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്ലീവിൻ്റെ പോർഷൻ നമുക്കങ്ങ് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ ഒരു സ്ലീവിൻ്റെ പോർഷൻ ഞാൻ മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ബാക്കി വരുന്നത് ഇത്രയും മെറ്റീരിയലാണ്. അപ്പോൾ നമ്മളിവിടെ നെക്കിൻ്റെ വീതി 2.25 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു പോയിന്റിൽ നേരെ അടിയിലേക്ക് 4.5 ഇഞ്ച് മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം 5.5 ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഈ ഒരു പോയിന്റും തമ്മിൽ ഒന്ന് ഡയഗണലായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ദേ ഒന്ന് ചെരിച്ച് ദേ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. അപ്പം ഞാൻ ഇതുപോലെ ഈ ഒരു പോയിന്റും കണക്ട് ചെയ്ത് ഒന്ന് ചെരിച്ച് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ദേ ഈ ഒരു പോയിന്റിൽ നിന്ന് നേരെ അടിയിലേക്ക് ഞാൻ ഒരു 5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ദേ ഈ ഒരു പോയിന്റിൽ ടേപ്പ് വയ്ക്കുക, നേരെ അടിയിലേക്ക് 5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ദേ ഇവിടെയാണ് 5 ഇഞ്ച് വരുന്നത്, ഞാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്തു. ഇനി അതിനൊന്ന് സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. ഈ ഒരു മാർക്കിംഗ് കണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട കേട്ടോ. ജസ്റ്റ് പേപ്പറിലൊന്ന് ഇതുപോലെ വരച്ച് വെച്ചിട്ട് ആദ്യം ഒന്ന് വീഡിയോ കണ്ടു നോക്കുക, പിന്നെ പേപ്പറിലൊന്ന് മാർക്ക് ചെയ്യുക, പിന്നെ നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾ നൈറ്റി മെറ്റീരിയലിൽ കട്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ദേ ഇതുപോലെ ഞാൻ 5 ഇഞ്ച് നേരെ അടിയിലേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ദേ ഈ ഏറ്റവും അടിഭാഗത്ത് ഇവിടെ നിന്ന് ഇങ്ങോട്ടൊന്ന് കണക്ട് ചെയ്ത് അങ്ങ് വരച്ചു കൊടുക്കാം. അപ്പോൾ ദേ ഈ ഒരു അടിവശത്തു നിന്ന് ഞാൻ ഇങ്ങോട്ട് കണക്ട് ചെയ്ത് വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ദേ ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ എക്സ്ട്രാ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, ആ ഒരു പോയിന്റിലേക്കൊന്ന് നീട്ടി വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ദേ ഈ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് ഞാൻ ഒന്ന് നീട്ടി വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വരച്ച ലൈനിൽ ഞാനൊരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം നമ്മൾ വരച്ച ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, ഈ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് ഞാനൊരു 3 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ദേ ഈ ഒരു പോയിന്റിൽ ടേപ്പ് വെച്ചു. എവിടെയാണോ 3 ഇഞ്ച് വരുന്നത് ഞാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് എവിടെയാണ് കേട്ടോ 3 ഇഞ്ച് വരുന്നത്, ഞാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ദേ ഈ ഒരു പോയിന്റും കണക്ട് ചെയ്ത് വരയ്ക്കാം. അപ്പം ഞാൻ വളരെ സ്ലോ ആയിട്ടാണ് പറഞ്ഞു പോണേ. എന്തെങ്കിലും ഡൗട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചോളൂ കേട്ടോ. അപ്പോൾ ദേ ഈ ഒരു പോയിന്റും ജോയിൻ ചെയ്ത് വരയ്ക്കുകയാണ്. അങ്ങനെ ഭംഗിയായിട്ട് നമ്മൾ 3 പീസിൻ്റെ മാർക്കിംഗ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇതാണ് ആ സെൻറ്ററിൽ വരുന്ന ഭാഗം. പിന്നെ 2 സൈഡിലേക്കും ആയിട്ടുള്ള ഭാഗമാണ് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തിരിക്കണേ. ഇനി നമുക്ക് ഇതങ്ങ് കട്ട് ചെയ്തെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, കംപ്ലീറ്റ് കട്ട് ചെയ്യരുത് കേട്ടോ. കാരണം നമ്മൾ ബാക്കിൽ 3 പീസ് കട്ടിങ് വരുന്നില്ല, ബാക്ക് പ്ലെയിൻ ആണ്. അപ്പോൾ ദേ ഈ ഭാഗം ഒന്ന് ഈ ഒരു ഷേപ്പ് അങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഷേപ്പ് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഏറ്റവും സിമ്പിളായിട്ടൊരു മെത്തേഡാണ് കേട്ടോ ഞാൻ പറയണേ, ഞാൻ ചെയ്യാറുള്ളത്.
നമ്മളിവിടെ 1/2 ഇഞ്ച് കൂട്ടി മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് കൂട്ടിയിട്ട് തന്നെ കട്ട് ചെയ്യണം കേട്ടോ. യെസ്. അപ്പോൾ അതേ അടിഭാഗത്ത് ഈ ഒരു ഷേപ്പ് നമ്മളങ്ങ് കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഈ ഭാഗം നമുക്ക് കളയണ്ട കേട്ടോ, കാരണം ഇത്രയും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസുകളായിരിക്കും ചിലപ്പോൾ ബാക്കി ഉണ്ടാവുക. നെക്കൊക്കെ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. മാറ്റി വെച്ചോ, ആവശ്യം വരികയാണെങ്കിൽ യൂസ് ചെയ്യാം. ഇനി അടുത്തായിട്ട് നമ്മൾ ഫ്രണ്ടും ബാക്കും അങ്ങ് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതെ, ഫ്രണ്ടും ബാക്കും ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു മുകൾ ഭാഗത്ത് മടക്കാണ്. ആ ഒരു മടക്ക് വെച്ച് നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ആക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ദേ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബാക്ക് പോർഷനിലേക്കുള്ള ഭാഗം തൽക്കാലം മാറ്റി വയ്ക്കാം. അപ്പോൾ ദേ ഇതാണ് നമുക്ക് വേണ്ട ഫ്രണ്ട് പോർഷൻ. ഇവിടെയാണ് 3 പീസിൻ്റെ കട്ടിങ് വരിക. അപ്പോൾ ആദ്യം തന്നെ ദേ ഈ ഒരു ഭാഗം അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. ശ്രദ്ധിച്ച് നോക്കുക, ഈ ഒരു ഭാഗമാണ് കട്ട് ചെയ്യണേ. അപ്പോൾ ഈ ഒരു 3 പീസിൻ്റെ ഈ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റി. ഇതിവിടെ 2 പീസ് വരും കേട്ടോ. ഇതിൽ 2 പീസ് ഉണ്ട്, 2 സൈഡിലേക്കും വെക്കാനുള്ള 2 പീസ്. ഇതങ്ങ് മാറ്റി വയ്ക്കാം. ഇനി നമ്മളിതേ ഈ ഒരു ഭാഗം ഡയഗണലായിട്ട് ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്യാണ്. ഈ ഒരു മാർക്കിംഗ് ഉണ്ടല്ലോ, അതങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു മുകളിലെ പീസ് നമുക്ക് വേണ്ട, മാറ്റി വയ്ക്കാം. ഇതാണ് നമ്മുടെ സെൻറ്ററിലേക്കുള്ള കട്ടിങ്. ഞാൻ നിവർത്തി കാണിക്കാം. നമ്മുടെ സെൻറ്റർ പോർഷനിലേക്കുള്ള തുണിയാണ് കേട്ടോ ഇത്. സെൻറ്ററിൽ ആ 3 പീസിൻ്റെ മിഡിൽ പോർഷനാണിത്. ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേ പീസ് തന്നെ വെച്ചിട്ട് വേറെ ഏതെങ്കിലും ഇതിന് മാച്ചിങ് ആയിട്ടുള്ള ക്ലോത്ത് വെച്ച് ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങളുടെ കയ്യിൽ മാച്ചിങ് ക്ലോത്ത് ഉണ്ടെങ്കിൽ ഇതേ ഷേപ്പ് തന്നെ വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തോളൂ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് ഇതേ 2 സൈഡിലേക്കും വെക്കാനുള്ള പീസ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഭംഗിയായിട്ട് നമ്മൾ നൈറ്റിയുടെ ഏറ്റവും സെൻട്രൽ പാർട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ദേ മിഡിൽ പോർഷൻ, അതിൻ്റെ 2 ഭാഗത്തേക്ക് വെക്കാനുള്ള പീസ്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഫ്രണ്ടിലെ കട്ടിങ് വരണേ. അപ്പോൾ നിങ്ങൾക്കിത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഫ്രണ്ട് പോർഷൻ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കണേ നമ്മുടെ ബാക്ക് പോർഷനിലേക്ക് നമ്മൾ മാറ്റി വെച്ച തുണിയാണ് കേട്ടോ. ഇനി അടുത്തായിട്ട് നമുക്ക് ബാക്ക് പോർഷനിലെ നെക്കിൻ്റെ വീതി അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ടിലെ നെക്കിൻ്റെ വീതി ഞാൻ 2.25 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. അതിൽ നിന്ന് 1/2 ഇഞ്ച് കുറച്ചിട്ട് ഞാൻ 2.25 ഇഞ്ചാണ് കേട്ടോ നെക്കിൻ്റെ വീതി മാർക്ക് ചെയ്യണേ. അപ്പോൾ 2.25 ഇഞ്ച് കണ്ടിട്ട് ഞാൻ ഒന്ന് മാർക്ക് ചെയ്തു. ഇനി അടുത്തതായിട്ട് ഞാൻ ബാക്ക് നെക്കിൻ്റെ ഇറക്കം 4.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ മുകളിൽ ടേപ്പ് വെച്ചിട്ട് നേരെ അടിയിലേക്ക് 4.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ 4.5 ഇഞ്ച് ഞാൻ ഒന്ന് മാർക്ക് ചെയ്തു. അപ്പോൾ നെക്കിൻ്റെ വീതി 2.25 ഇഞ്ച്, നെക്കിറക്കം 4.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇതിനെ ഒന്ന് ബോക്സ് പോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബോക്സ് പോലെ വരച്ചു. ഇനി അവിടെ എനിക്ക് വേണ്ട നെക്കിൻ്റെ ഷേപ്പ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു റൗണ്ട് നെക്കാണ് മാർക്ക് ചെയ്യണേ. ആ ഒരു റൗണ്ട് നെക്ക് ഞാൻ ഇതിലങ്ങ് മാർക്ക് ചെയ്തു. അങ്ങനെ ബാക്ക് നെക്കും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ആ നെക്ക് നമുക്കങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ഞാൻ ഭംഗിയായിട്ട് ബാക്ക് നെക്കും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ബാക്ക് പോർഷൻ. ഞാൻ ജസ്റ്റ് ഒന്ന് നിവർത്തി കാണിക്കാം. അങ്ങനെ ബാക്ക് പോർഷൻ നമ്മൾ ഭംഗിയായിട്ട് കട്ട് ചെയ്തു. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മുടെ 3 പീസ് നൈറ്റിയുടെ കട്ടിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മുടെ കട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് വരാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. അപ്പോൾ നമ്മൾ 3 പീസ് പ്ലീറ്റഡ് നൈറ്റിയുടെ സ്റ്റിച്ചിങ് ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടു നോക്കി ഇതിൻ്റെ സ്റ്റിച്ചിങ് കാണാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മെറ്റീരിയൽ തന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കാണിക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. പലർക്കും സ്റ്റിച്ചിങ് അറിയായിരിക്കും. ഈ ഒരു മാർക്കിംഗ് ഒക്കെയാണ് കൺഫ്യൂഷൻ വരുന്ന ഭാഗം. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റിച്ചിങ് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, സ്റ്റിച്ചിങ് വീഡിയോയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.